ചിലപ്പം അത് ആ പ്രാക്ടീസ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. കാരണം പക്ഷെ എനിക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടി. അതായത് വേറൊരു രണ്ട് ഡയറക്ടേഴ്സ് ഒരു സ്പേസിലോട്ട് ചെറിയ ടൈമിൽ വന്നിട്ട് കൂട്ടിമുട്ടുന്ന അവസ്ഥ. നമുക്ക് തണ്ടറൊന്നും ഇല്ലെന്ന് ചോദിച്ചത്. ഇപ്പൊ ഫുൾ ടൈം മഴയുണ്ട്. അപ്പൊ ക്രിസ്റ്റോ പറഞ്ഞു ഇത് തണ്ടറുള്ള മഴയല്ല. എന്ത് മഴയാണ്? വേനൽക്കാലം. ഇത് മറ്റേ മൺസൂണിലെ മഴയല്ല. മൺസൂണിലെ മഴയാ. ക്യാരക്ടറും പാർവതിയുടെ ക്യാരക്ടറും നാത്തയുമുള്ളൊരു അവരുടെ ജേണിയുടെ ഒരു സിമിലാരിറ്റീസ് ഒക്കെ ഞാൻ കണ്ടുപിടിക്കുന്നത് പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജൊക്കെ എത്തുമ്പോഴാണ്. ആ ഒരു സീൻ മറ്റേ ഒരു സെക്കൻഡ് ഹാഫിലുള്ളൊരു സീൻ എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ. ഹായ് ക്രിസ്റ്റോ. ഹായ് സുഷിൻ. വെൽക്കം ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. ആദ്യം തന്നെ എനിക്ക് സുഷിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്റ്റോ ഇതിനു മുമ്പ് ഡയറക്റ്റ് ചെയ്തൊരു ഡോക്യുമെൻ്ററിയാണ് അല്ലേ? ക്രിസ്റ്റോ ഈ സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെയ്തേക്കുന്ന വർക്ക്സ് ഒക്കെ കുറച്ച് മെയിൻ സ്ട്രീം മലയാള സിനിമയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് വരുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ സിനിമ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു യൂസ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും എത്രത്തോളം ഡിഫറെൻ്റ് ആണ്? വേറെ ആൾക്കാർ പറയുന്ന ബ്രീഫൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണോ ക്രിസ്റ്റോ ആലോചിക്കുന്ന രീതിയും പറയുന്ന കാര്യങ്ങളും? ഡിഫറെന്റ് ആണോന്ന് ചോദിച്ചാൽ അറിയില്ല. എനിക്ക് ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല അത് ജഡ്ജ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരു കഥ മാത്രമേ ക്രിസ്റ്റോന്റെ കേട്ടിട്ടുള്ളൂ. പിന്നെ ക്രിസ്റ്റോയിലോട്ട് എത്തുന്നതിന് മുമ്പ് ഞാൻ ക്രിസ്റ്റോന്റെ കന്യക എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് വളരെ പണ്ട് കണ്ടത്. അപ്പം അതെനിക്ക് ഭയങ്കര എന്നെ ഹുക്ക് ഓൺ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. എനിക്ക് അതിൻ്റെ അകത്ത് ഈ ഉർവശി വരും എന്ന് പറയുന്ന സാധനം എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. എനിക്കും കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ആ പടത്തിലേക്ക് ഉർവശി വരും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷമാണ് ക്രിസ്റ്റോനെ ഞാൻ കുമ്പളങ്ങിയുടെ ടൈമില് മീറ്റ് ചെയ്യുന്നത്. അപ്പം ഈ കഥ പറയാൻ വേണ്ടിട്ട് ക്രിസ്റ്റോ വന്നത്. അപ്പം ഇതിങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് ആവുന്നുണ്ട്. ആ ടൈമിൽ പ്രൊജക്റ്റ് ആവാൻ നിന്നായിരുന്നു. പിന്നെ അത് ഇത്തിരി ഡിലേ ആയി. അപ്പം അന്ന് അത് കുറെ ആയതുകൊണ്ട് എനിക്കിപ്പം ഓർമ്മയില്ല. പക്ഷെ അന്ന് ആ കഥ കേട്ടപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ അകത്തുള്ള ഓരോ പോയിന്റ്സ് ഓരോ സ്പേസിലോട്ട് എത്തുമ്പം അടുത്തുനിന്ന് പക്ഷെ ഭയങ്കര വേഗമായിട്ടാണ് പറഞ്ഞത്. ഫുള്ളി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞേ ഉള്ളൂ. ഫുൾ കഥയായിട്ട് ഞാൻ ആക്ച്വലി പടം കണ്ടിട്ടാണ് ഞാൻ അതിന്റെ കഥ അറിയുന്നത്. ടോട്ടൽ പരിപാടി ക്രിസ്റ്റോയായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ കൊള്ളാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഡോക്യുമെന്ററി കഴിഞ്ഞിട്ട് ഒരു ഫീച്ചർ ഫിലിം എന്ന് പറയുമ്പോൾ കുറേ കൂടി ഫ്രീഡം ഉണ്ടല്ലോ മ്യൂസിക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വാട്ട് വാസ് ദി അപ്രോച്ച്? എന്തായിരുന്നു അതിന്റെ ഒരു തിങ്കിങ്? മിനിമലായിട്ട് തന്നെ വെക്കണം? ഇല്ല, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ അവസാനം വരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല മ്യൂസിക്കിനെ പറ്റി. ഞാൻ ആലോചിച്ചിരിക്കുന്ന ഈ കഥ ഏറ്റവും ഇമ്പാക്റ്റോടുകൂടി പറയണം, ഇതിനകത്തുള്ള ഇമോഷൻസ് ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടണം. അപ്പം ഓരോ സ്റ്റേജിൽ ഞാൻ അതിനെപ്പറ്റി മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അപ്പം സുഷിൻ്റെ അടുത്ത് വരുമ്പോഴും എനിക്ക് ഇമോഷൻസ് വർക്ക് ചെയ്യണം, അതാണ് ഏറ്റവും പ്രൈമറി തിങ്. അപ്പം അങ്ങനെ സുഷിനിലേക്ക് വന്ന് നമ്മളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ മ്യൂസിക് വേണമെന്ന് പറയുമ്പോൾ സുഷിൻ പറയും വേണ്ട, അത് വർക്കാണ്. അതെ അതെ, എനിക്ക് തോന്നുന്നു എനിക്ക് ചില സാധനം കാണുമ്പം ഇപ്പൊ കൺവിൻസിങ് ആവുമല്ലോ ചില സീൻസിൽ. എനിക്ക് ഓൾറെഡി ആ ഇമോഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പം ഇവിടെ നമ്മളിനി അവിടെയാണ് അത് മെലോഡ്രാമ ആവുന്നത്. നമ്മള് അതിന്റെ മുകളിൽ പിന്നെയും മ്യൂസിക് പ്ലേ ചെയ്ത് അപ്പം അങ്ങനെ പല ആർഗ്യുമെന്റ്സ് ഉണ്ടാവും നമ്മൾ സ്ഥിരമായിട്ട്. ഇവിടെ അത് വേണം അല്ല ഇവിടെ അത് വേണ്ട, അങ്ങനത്തെ സാധനങ്ങള് ഒരു പ്രോസസ്സായിരുന്നു. അല്ല, പക്ഷെ ഒരു മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് സ്പെക്ടേറ്റർ പോലെയല്ലേ? സിനിമ ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ? കാരണം ആ സമയത്ത് ആ ഡയറക്ടർക്ക് കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, കുറെ സ്ട്രെസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ട്രാൻസ്ലേറ്റ് ആയോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർക്ക് മാത്രമല്ല ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഇല്ല മ്യൂസിക് ഇല്ലാണ്ട് തന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കോൺഫിഡൻസ് തരാൻ പറ്റണേ അല്ലേ? അപ്പൊ സുഷിൻ എങ്ങനെയായിരുന്നു അങ്ങനത്തെ ചില സീൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഒരു റിയഷുറൻസ് കൊടുക്കണമെന്നുണ്ടായിരുന്നോ? അതിന്റെ ആവശ്യമില്ല, മ്യൂസിക് വേണ്ട, അല്ലാണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ കൂടുതലും ഡയറക്ടേഴ്സ് ഫൈനൽ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. നമ്മളിത് ഒരു സജഷൻസ് പറയാൻ നമുക്കിങ്ങനെ ഇതില്ലാതെ വർക്ക് ആവുന്നുണ്ട്. അപ്പോഴും എനിക്ക് ക്രിസ്റ്റോ ആ കോൾ എടുക്കണം. കാരണം ക്രിസ്റ്റോ ആണ് ഇത് ഫൈനൽ ഇത് എല്ലാം കൊണ്ടുപോയി നടക്കുന്ന ആള്, ഡയറക്ടർ ആണല്ലോ. അപ്പൊ പുള്ളിക്ക് ആ മെയിൻ കോൾ എടുക്കണം. ഞാൻ ചിലപ്പോ പലതും പറയും, ചിലപ്പോ എന്റെ ഇത് തെറ്റാവാം. അപ്പം പക്ഷെ ക്രിസ്റ്റോന്റെ പടം എന്നെക്കാട്ടും കൂടുതൽ അറിയുന്നത്. അപ്പം ഫൈനൽ കോൾ എപ്പോഴും ക്രിസ്റ്റോ നമ്മൾ ഇടികൂടിയിട്ടാണെങ്കിലും നമ്മൾ ഫൈനൽ കോളിലോട്ട് എത്തും. അത് ഓക്കെയാണ്. അത് കറക്റ്റ് കോൾസ് ആണ് എപ്പോഴും ക്രിസ്റ്റോന്റെ കോൾസ്. ക്രിസ്റ്റോന് വേണ്ട ക്യൂവും അല്ലെങ്കിൽ നമുക്ക് മ്യൂസിക് എവിടെ തുടങ്ങണം, ഈ ത്രൂ ഔട്ട് മ്യൂസിക് എനിക്ക് ഒന്നാമത് ഈ പടത്തിൽ അങ്ങനെ ത്രൂ ഔട്ട് എല്ലാം സ്കോർ ചെയ്ത് കൊണ്ടുപോകണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടെ ബ്രീത്തിങ് സ്പേസ്, ഒരു അങ്ങനെ ഒരു ഡയലോഗ്സിന് എപ്പോഴും നമ്മള്, കാരണം ഇന്റർനാഷണൽ ഫിലിംസിലും നമ്മള്
വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ഡയലോഗിന്റെ മുകളിൽ മ്യൂസിക് വരുന്നത്. എപ്പോഴും മോണ്ടാഷോ അല്ലെങ്കിൽ അടുത്തൊരു സീൻ ടു സീൻ ഒരു ട്രാൻസിഷൻ ഒക്കെയാണ് കൂടുതലും സ്കോർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ രീതി വ്യത്യാസമുണ്ട്. പക്ഷെ എനിക്ക് ഡയലോഗിന് സ്കോർ ചെയ്യാൻ ഇഷ്ടം ആക്ച്വലി. കാരണം അതിന് ഒരു എക്സ്ട്രാ ഒരു ഇമോഷൻ, ഒരു രസമുള്ളൊരു ഗ്രാഫ് ആയിരിക്കും. മ്യൂസിക്കലി നമ്മൾ അതേ വേറൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ മ്യൂസിക്കലി. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് എക്സാക്ട്ലി ആ പോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. എന്താന്ന് വെച്ചാൽ ആ സിനിമയിൽ തന്നെ ഹോസ്പിറ്റൽ ICUവിൽ കിടക്കുന്ന സീനിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്ന് പറയാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ. പക്ഷെ ആ സ്ഥലത്ത് യൂസ് ചെയ്തേക്കുന്ന മ്യൂസിക് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ മ്യൂസിക് അല്ല അവിടെ, അല്ലേ? അത് എന്താ എക്സ്പെക്ട് ചെയ്തത്? ഭയങ്കര ത്രില്ലർ മ്യൂസിക് ആയിരിക്കും, ഭയങ്കര ടെൻഷൻ കൂട്ടുള്ള ടൈപ്പ് ഒരു മ്യൂസിക് ആയിരിക്കില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. പക്ഷെ ഒട്ടും ഒരു ജഡ്ജ്മെന്റിൽ അല്ലാണ്ട് ഒരു സ്പെക്ടേറ്ററിനെ പോലെ കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത്. അതാണ് യൂസ് ചെയ്തേക്കുന്നത് അവിടെ. അപ്പൊ എന്താണ് അതിന്റെ ഒരു ലോജിക്, അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്തായിരുന്നു സുഷിന്റെ? അവിടെ അങ്ങനത്തെ മ്യൂസിക് മതി എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ കുറവാണ്. ഇറ്റ്സ് മോർ ഈസി ഫോർ മീ ടു ഡു ദ മ്യൂസിക്. അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ എപ്പോഴും ഞാൻ അതിൽ ഭയങ്കര മോശമാണ്. പക്ഷെ എനിക്ക് അവിടെ തോന്നിയ ഒരു സംഭവം ഇതാണ്, ഭയങ്കര മിനിമൽ ലുക്സും അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന, കൈ വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ എലമെന്റ്സ് എന്നാണ് നമ്മൾ അടുത്തൊരു ക്യൂ പിടിക്കുന്നത്. ക്യൂ പിടിച്ച് ചെറിയ ചെറിയ ക്യൂ പിടിച്ച് ഒരു സ്ഥലത്തോട്ട് പീക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു ഐഡിയ. പക്ഷെ അത് ഒരു ഹൊറർ ആവാനും പാടില്ല. പക്ഷെ കൂടുതൽ അതിൻ്റെ അകത്ത് ഒരു ഇമോഷനും കിടക്കുന്നുണ്ട്, ഭയങ്കര അണ്ടർ ലൈൻ ചെയ്തിട്ടുള്ളൊരു ഭയങ്കര ഒരു ഡാർക്ക് ഇമോഷൻ കിടപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരു സ്പേസിലോട്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് സ്കോർ എന്നുള്ള രീതിയിൽ എസ്പെഷ്യലി ഇങ്ങനത്തെ സിനിമയിലൊക്കെ 100% അത് കാണുമ്പോൾ വരുന്ന മ്യൂസിക് ആണ് ഫൈനൽ റിസൾട്ട്. അല്ലാണ്ട് ഒട്ടും നേരത്തെ ആലോചിച്ചിട്ടൊന്നും നടക്കുന്ന ഒരു കാര്യം ഇല്ല. ആ സീൻ ചെയ്ത് വേണമെങ്കിൽ ഇപ്പം പറയുമ്പോൾ മാത്രമേ എനിക്ക് ആ സീൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നുള്ളൂ. കാരണം നമുക്ക് ചെയ്തു പോകുമ്പം അതൊരു സീനാണ്. ഇപ്പൊ ക്രിസ്റ്റോന് എഴുതുമ്പോഴും അതൊരു നോർമൽ സീനായിരിക്കും. പക്ഷെ ഫൈനലി ഓഡിയൻസിലോട്ട് വരുമ്പോഴാണ് അത് അതിന്റെ കറക്റ്റ് ഇന്റൻസ് ഇത്ര ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിൽ പ്രത്യേകിച്ച് ഹോംവർക്കോ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അത് ആസ് യൂഷ്വൽ ഒരു സീൻ ചെയ്ത് പോകുമ്പോൾ ഉണ്ടായിരുന്ന. പക്ഷെ നമ്മൾ കൂടുതൽ ആ സീൻസിലൊക്കെ നമ്മൾ കുറെ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെ കൊണ്ടുപോകാം, ഇവിടെ മ്യൂസിക് നമുക്ക് ഒരു പൊടിക്ക് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് പിന്നെയും അടുത്തൊരു കേറാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നു. അവിടെ ഒരു മ്യൂസിക് അതിനെ ട്രാവൽ ചെയ്യിപ്പിക്കുക, ഇങ്ങനെ അടുത്ത സ്ഥലത്തോട്ട്, അവിടുന്ന് അടുത്ത ആക്ഷനിലോട്ട് പോകുന്നു, ആ പുള്ളിനെ കാണുന്നു. അപ്പം അങ്ങനെ അതിന്റെ ഒരു ട്രാവൽ രസമായിരുന്നു ആ മ്യൂസിക് പോകുന്നതിന്റെ. പിന്നെ അത് അവസാനം ഒരു ഇമോഷനിലോട്ടാണ് അത് ലാൻഡ് ചെയ്യുന്നത്. അല്ല, പക്ഷേ ഈ എഡിറ്റേഴ്സ് ഒക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആ സ്ക്രീൻ പ്ലേയിൽ തന്നെ ഏറ്റവും ഇമോഷണലി ഡെൻസ് അല്ലെങ്കിൽ ഇമോഷണലി കോംപ്ലിക്കേറ്റഡ് സീനായിരിക്കും അവർക്ക് ഏറ്റവും ടെൻഷൻ എഡിറ്റ് ചെയ്യാൻ. പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടറിന് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ? കാരണം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീൻസ് പറ്റുന്നത്രയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് അല്ലെങ്കിൽ പറ്റുന്നത്രയും മ്യൂസിക് ഇല്ലാണ്ട് ചെയ്യാനാണോ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ? അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ടെൻഷൻ? സീനിൻ്റെ കോംപ്ലിക്കേഷൻ നോക്കിയിട്ട് ഒരു കുറച്ചും കൂടിയൊക്കെ എക്സ്ട്രാ വർക്ക് ചെയ്യണമെങ്കിൽ കുറെ കൂടി അതിനെപ്പറ്റി ആലോചിക്കണം, അങ്ങനെ ഒരു തോട്ട്. അവിടെ എനിക്ക് ബേസിക്കലി അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീനായിട്ട് തോന്നിയില്ല. ഈ കഥയുടെ മൊത്തം പരിപാടി ഇതാണ്. അതായത് എന്താണ് അടുത്തത്, എന്താ, അല്ലെങ്കിൽ പുള്ളിക്കറിയോ, ഇങ്ങനെ അങ്ങനത്തെ കുറെ ചോദ്യമാണല്ലോ. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഒരിക്കലും അതിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഫോർഗ്രൗണ്ട് മ്യൂസിക് ആവാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് തന്നെ അതിനെ കൊണ്ടുപോകാന്നുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് തോട്ട്സ് ഇല്ല എന്ന് തോന്നുന്നു അതിലോട്ട്. വേറെ എനിക്ക് സംതിങ് ഐ റിയലി ലവ്ഡ് അബൌട്ട് ദ ജനറൽ തീം, അല്ലെ, ഒന്നോ രണ്ടോ സ്ഥലത്ത് ഉപയോഗിച്ച തീം. എനിക്ക് ആ മ്യൂസിക് അവിടെ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ എനിക്ക് സിനിമയിൽ തന്നെ തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്ത് ഓഫ്കോഴ്സ് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്, അതിൻ്റെ ഒരു സസ്പെൻസ് ഉണ്ട്. പക്ഷെ എന്നാലും മ്യൂസിക് ഓൾമോസ്റ്റ് ലൈക്ക് എ ലലബൈ. ഇതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ലലബൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർ ദീസ് ടേംസ് ദാറ്റ് യു ക്യാൻ സജസ്റ്റ് ടു സുഷിൻ, ഓർ ഡസ് ഹി ഹാവ് ടു ഗിവ് യു ദോസ് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടുമ്പോഴേ അങ്ങനത്തെ ഒരു ഐഡിയ ഒരു എക്സ്ട്രാ ലെയർ ആയിട്ട് വരുന്നത്? എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു? എനിക്ക് തോന്നുന്നു രണ്ട് തരത്തിലും. കാരണം സുഷിൻ അതിന്റെ ഇമോഷൻസ് ഒന്ന് കറക്റ്റ് ആയിട്ട് പറയും. നമ്മളിപ്പോൾ ഒരു സീൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇമോഷൻസ് എന്താണ് പിടിക്കേണ്ടതെന്നുള്ളതിന് സുഷിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ സുഷിന് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര വളരെ സിമ്പിളാണ് ഡിസ്കഷൻസ്. എന്ന് വെച്ചാൽ വേറെ കോംപ്ലിക്കേറ്റഡ് പരിപാടിയൊന്നുമില്ല. ഇമോഷൻസ് എന്താണ് അതിന്റെ പുറത്തായിരിക്കും ഒരു ഡിസ്കഷൻ നടക്കുക.
അപ്പോൾ ഇവിടെ എന്താണ് പിടിക്കേണ്ടത്. അപ്പം എനിക്കൊന്നും ബിഗിനിങ് തൊട്ടേ ഈ ഒരു തീമിന്റെ ഒരു പരിപാടി നമ്മൾ എങ്ങനെ അത് തീം ഉപയോഗിക്കണം എന്നുള്ള കോൺവെർസേഷൻ തീമിലോട്ടൊക്കെ വരാൻ ടൈം Time എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തു. ഇതില് പല സീൻസ് ചെയ്തിട്ടാണ് അവസാനം ആ ഒരു തീം ആയിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ തീം അവിടെ പ്ലേസ് ചെയ്യാം. നമ്മള് ചിലപ്പോ ചില ആദ്യത്തെ ഇപ്പം ഈ അമ്മയായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടല്ലോ, അപ്പൊ ഇവര് ഫേസ് ടു ഫേസ് നോക്കാതുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷൻ ഇന്റർവെൽ അല്ല, ആദ്യത്തെ ഈ ചെറുപ്പകാലം, തോമസ് കുട്ടിയുടെ ചെറുപ്പകാലത്തിനെ പറ്റി പറയുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ആദ്യം നമ്മളൊരു ആ ഡയലോഗ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് ചൈൽഡ്ഹുഡിനെ പറ്റി പറയുമ്പോഴേ ഞാൻ മ്യൂസിക് തുടങ്ങിയിട്ടുള്ളൂ. അവര് അതിലോട്ട് ചെറുതായിട്ട് പോകും. അന്ന് ഒരു കാലം ഉണ്ടായിരുന്ന അങ്ങനെ പറയുമ്പോഴാണ് പതുക്കെ മ്യൂസിക് ഇങ്ങനെ പതുക്കെ ചൈൽഡ്ഹുഡ് ഇതിലോട്ട് പോകുന്നത്. പക്ഷെ അവിടെ എന്ത് തീം പ്ലേസ് ചെയ്യണം എന്നുള്ളതൊക്കെ പിന്നെയാണ് ഞാൻ വരുന്നത്. അതായത് ഇതിന്റെ സെക്കൻഡ് ഹാഫും വർക്ക് ചെയ്ത് ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ എനിക്കൊരു തീം വന്നിട്ടുണ്ട്. അപ്പൊ ആ തീം ഞാൻ പിന്നെ എടുത്തിട്ട് ഈ ചൈൽഡ്ഹുഡും എല്ലാം കണക്റ്റഡ് ആണ്, എല്ലാ പരിപാടിയും കൊച്ചിന്റെയും എല്ലാത്തിന്റെയും കണക്റ്റഡ്. അപ്പം അങ്ങനെയാണ് തീംസിലോട്ട് എത്തുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എന്താണ് തീം എന്താന്ന് ഇപ്പോഴും അറിയില്ല. അപ്പം ഒരു കൺഫ്യൂഷൻ ആണ് മൊത്തം ഈ ഒരു പ്രോസസ്സ്. ലാസ്റ്റ് എത്തുമ്പോഴാണ് ഒരു ഐഡിയ വരുന്നത്. മിക്ക പടത്തിലും അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ ലാസ്റ്റ് ഒരു റീലായിരിക്കും തീം കിട്ടുന്നത്. അപ്പൊ അത് ചിലപ്പോൾ ഫസ്റ്റ് റീലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ പതുക്കെ പ്ലേസ് ചെയ്യും. വേറെ എന്ത് ബാക്കിങ്ങിലാണ് ഇരിക്കുന്നത് അതിലോട്ട് ചെറുമ്പോൾ ആ തീം പ്ലേസ് ചെയ്ത് നോക്കും. അങ്ങനെയാണ് ആ റീകോൾസ് കൊണ്ടുവരുന്നത് എപ്പോഴും. പക്ഷെ ഒരു സിനിമയ്ക്ക് സ്കോർ ചെയ്യുമ്പോൾ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഫുൾ ആയിട്ട് ഒരു സിനിമയിൽ ഞാൻ ഒരു സിനിമ അറ്റ് എ ടൈം ചെയ്യാറുള്ളൂ. അല്ല, എസ്പെഷ്യലി സ്കോറിംഗ് ടൈം നമുക്ക് ഒട്ടും ബ്രേക്ക് എടുക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ? എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഇപ്പം മുള്ളൊഴുക്കിന്റെ ഇമോഷനേ ആയിരിക്കില്ലല്ലോ ആവേശം. അപ്പം ഈ രണ്ട് പരിപാടികളും രണ്ട് സ്പേസിൽ നിൽക്കുന്ന സാധനം എനിക്ക് എപ്പോഴും ഒറ്റ സാധനത്തിൽ മാത്രമേ അത് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം ഈ ഡിസ്കഷൻ ഇല്ല ബേസിക്കലി. വേറെ പറ്റുമോ എന്നുള്ള സാധനം ഇല്ല, കാരണം അങ്ങനെ ചെയ്യാറില്ല. അപ്പം അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഒന്നാമത്. എനിക്ക് റഹ്മാൻ സാറൊക്കെ പറഞ്ഞേക്കണേ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് പോലെ വരുമ്പോ മാറ്റി വേറൊരു സിനിമ എടുക്കുമ്പോ അവിടെ കുറച്ച് റിലാക്സിങ് ആണെങ്കിൽ അതിൽ ചെയ്തിട്ട് നല്ല പ്രാക്ടീസ് ആയിരിക്കും. എനിക്ക് ചിലപ്പോൾ ആ പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ ഇത്ര സ്ട്രെസ്ഫുൾ ആയിരിക്കില്ല ചിലപ്പം. അത് ആ പ്രാക്ടീസ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. കാരണം പക്ഷെ എനിക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടി. അതായത് വേറൊരു രണ്ട് ഡയറക്ടേഴ്സ് ഒരു സ്പേസിലോട്ട് ചില ടൈമിൽ വന്നിട്ട് കൂട്ടിമുട്ടുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത്, അത് ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അറ്റ് സെയിം ടൈം അങ്ങനെ മതി എന്നാ തോന്നുന്നത്. ആ സ്പേസ് എടുത്താൽ എനിക്കൊന്ന് ആ ക്വാളിറ്റിയും ആ ഒരു നമ്മൾ ഫുള്ളി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം ഫീൽ ചെയ്യുന്നത്. ക്രിസ്റ്റോന് ഓർമ്മയുണ്ടോ ഏകദേശം ഏത് സമയത്താണ് ഇത് എഴുത്തിന്റെ ഏത് സ്റ്റേജിലാണ് വിചാരിച്ചത് നമ്മളിത് തന്നെ ചെയ്യണം ഈ സിനിമ, വേറെ ഒരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് പോകാൻ പാടില്ല? എന്തുകൊണ്ടായിരിക്കും? കാരണം കുമ്പളങ്ങിക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ഡിസിഷൻ അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 or 8 year old ഡിസിഷൻ. അപ്പൊ ആ സമയത്ത് എന്തൊക്കെയായിരുന്നു തോട്ട് പ്രോസസ്സ്? എന്തോ ഏത് പാട്ട് കേട്ടിട്ട് അല്ലെങ്കിൽ ഏത് തീം കേട്ടിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ അങ്ങനെ കൃത്യം എന്ത് കേട്ടിട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് JD ആണ് എന്താണ് ജയദേവൻ ഈ ഫിലിമിന്റെ സൗണ്ട് ചെയ്തത്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരുപാട് നാൾ മുമ്പ് സീനിയറാ. അപ്പം ഞാനും JDനെ ആദ്യമായിട്ട് കാണുന്നത് ഈ പടത്തിന്റെ സൗണ്ടിന്റെ ഡിസ്കഷനായിട്ട് കുമ്പളങ്ങി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴാണ് ഞാൻ JDനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് പോലും. അപ്പൊ ആ സമയത്ത് മ്യൂസിക്കിന്റെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇല്ല, വേറെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊന്നും DOP ആയിട്ടുണ്ടായിരുന്നില്ല, ആരും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ JDനെ സംസാരിച്ചപ്പം JD ആണ് സുഷിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് സുഷിനെ ഇങ്ങനെ അറിയാം. അപ്പം അതിന് ശേഷമാണ് ഞാൻ സുഷിനുമായിട്ട് സംസാരിക്കുന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് ഐ മീൻ സുഷിനെങ്ങാനും ചെയ്യാതിരിക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ വേറെ എന്താണ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, പക്ഷെ ഇങ്ങനെ ഈ ഒരു ചോയ്സ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക്? നമ്മൾ ഓഫ്കോഴ്സ് സിനിമയത്തെ ഇമോഷൻസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, അണ്ടർസ്കോർ ചെയ്യണം. അതിനെക്കാട്ടും കൂടുതൽ സുഷിൻ്റെ ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ ഈ സിനിമ കാണുന്ന രീതി അതും ഇമ്പോർട്ടൻ്റ് അല്ലേ? ലൈക്ക് ഹീസ് എ കോ ഓത്തർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു won't it be limited? എനിക്ക് തോന്നുന്നത് സുഷിനിലേക്ക് ബേസിക്കലി സുഷിൻ്റെ വർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ അതിനകത്തൊരു ഡൗട്ടില്ല. പിന്നെ സുഷിൻ ഒരുപാട് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തരത്തിലുള്ള സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ സുഷിൻ ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ശരിയായിരിക്കുമോ എന്നുള്ളൊരു സംശയമൊന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഐ മീൻ സുഷിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് നമ്മൾ ടച്ച് ചെയ്യുന്ന ഒരുപാട് പാട്ടുകൾ സുഷിൻ ചെയ്തിട്ടുണ്ട്.
അപ്പം ഇപ്പം ഞാൻ തന്നെ ഒരുപാട് കേൾക്കുന്ന മാലിക്കിലൊക്കെ പാട്ട് ഞാൻ വെച്ചാൽ ലൂപ്പിലൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇമോഷൻസ് നന്നായിട്ട് സുഷിന് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഇമോഷൻസിൻ്റെ ഒരു പരിപാടി. പിന്നെ എനിക്ക് അങ്ങനെ വേറെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. സുഷിന് ഈ സിനിമയ്ക്ക് ചെയ്യാൻ സമയം ഉണ്ടാവോ അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. 8 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് പടം റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാരും ഓരോ ആൾക്കാരുടെ രീതിയിൽ. ഇപ്പം നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ക്രിസ്റ്റോ ഇപ്പം ഇത് ഡിലേ ആയത് കൊണ്ട് ക്രിസ്റ്റോന് എന്തെങ്കിലും ഇത് പഴയതാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ രീതിയിലും ഇത് ഗുണം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ക്രിസ്റ്റോവും വേറെ പ്രോജക്റ്റ് ചെയ്തു. ഇപ്പൊ ക്രിസ്റ്റോന് ഇപ്പം ആൾക്കാർക്ക് ഇപ്പം വേറൊരു പ്രോജക്റ്റിന്റെ ഇതില് റെഫർ ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പം കറിയൻ ചൈനയുടെ ചെയ്ത ആളാന്നുള്ള ആൾക്കാർക്ക് ഒരു റെഫറൻസ് പോയിന്റ് കിട്ടി, പുള്ളി മുമ്പ് ചെയ്ത പരിപാടി. ഇപ്പൊ ഞാനും കുമ്പളങ്ങി ചെയ്തിട്ട് കുറെ പടങ്ങൾ ചെയ്തപ്പം എല്ലാവർക്കും ഓരോ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ ടൈം എടുത്ത് ചെയ്തതിന്റെ ഒരു സാധനം. പക്ഷെ ഇപ്പൊ ആ സമയത്ത് ഒരു സിനിമ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവില്ലേ, കഥ വന്ന് പറഞ്ഞു ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര ടോട്ടലി ഡിഫറെന്റ് അല്ലേ, ഓൾമോസ്റ്റ് 8 കൊല്ലത്തെ ഒരു മെമ്മറി ആയിരിക്കലല്ലോ ഇപ്പൊ സിനിമ കാണുമ്പോൾ. പക്ഷെ ഈ സിനിമയിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ, ചില എലമെന്റ്സ്, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ദ വേ ദേ യൂസ്ഡ് റെയിൻ, അല്ലെങ്കിൽ ആ ഒരു സിങ്കിങ് ഹൗസ്, അങ്ങനത്തെ ആസ്പെക്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ലേയേഴ്സിനെ പറ്റിയൊക്കെ നിങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ should that be kept separate? കാരണം you will have your reading and that will add to the movie. അതിന്റെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എന്താണ് അതിന്റെ ഒരു ലോജിക്? what do you think it is? അതിന്റെ ഒരു അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ കഥ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര സ്കോർ ഇല്ലാത്ത, കാരണം മഴയുണ്ടല്ലോ ഫുൾ ടൈം. അപ്പൊ മഴയിൽ തന്നെ, കാരണം മഴയുടെ ശബ്ദം കാരണം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഫുൾ ടൈം മഴയുണ്ട്. അപ്പൊ പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ പടം വന്നപ്പം നമ്മൾ ഫസ്റ്റ് സീൻ ചെയ്യുന്നത് മുതൽ നമുക്ക് മനസ്സിലാവും ഇതെങ്ങോട്ടാ പോകുന്നത്. പിന്നെ മനസ്സിലായി ഇത് അങ്ങനെ ഒരു ഫുള്ളി ഭയങ്കര സൈലൻസ്, അങ്ങനെ ഒരു ഡ്രൈ സ്പേസിൽ നിൽക്കുന്ന പരിപാടിയല്ല, കുറച്ച് മ്യൂസിക്കലിയും നമ്മൾ ഭയങ്കര ഡ്രാമ പ്ലേ ചെയ്യുന്ന പടമാണെന്ന് മനസ്സിലായി. പിന്നെ ക്രിസ്റ്റോനും അത്യാവശ്യം അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് വേണ്ടതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ മഴ എന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നെ ആവശ്യത്തിന് എവിടെ മഴ കേൾപ്പിക്കണോ അങ്ങനെ മാത്രമേ നമ്മളത് നോക്കിയിട്ട് അങ്ങനെ ഒരു ഡിസൈൻ പിടിച്ചിട്ടുണ്ട് മൊത്തത്തില്. ഞാൻ ഇടക്ക് ചോദിച്ചിട്ടുണ്ട് ക്രിസ്റ്റോന്റെ അടുത്ത്, നമുക്ക് തണ്ടർ ഒന്നും ഇല്ലെന്ന് ചോദിച്ചത്. ഇപ്പൊ ഫുൾ ടൈം മഴയുണ്ട്. അപ്പൊ ക്രിസ്റ്റോ പറഞ്ഞു ഇത് തണ്ടറുള്ള മഴയല്ല, എന്ത് മഴയാണ്, വേനൽക്കാലം, ഇത് മറ്റേ മൺസൂണിലെ മഴയാ. ഞാൻ എക്സ്പെക്സിൽ കുറച്ച് തണ്ടറൊക്കെ ഇടും, എന്തെങ്കിലും ഒരു ഇന്റൻസിറ്റി ഇങ്ങനെ കയറും. ക്രിസ്റ്റോ പറയില്ല ഈ മഴക്ക് ഇടിയില്ല. അപ്പം അതൊരു പുതിയ അറിവായിരുന്നു എനിക്ക്. ക്രിസ്റ്റോ അതൊക്കെ ഇപ്പൊ ആ ഒരു റെയിൻ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ റൈറ്റിംഗ് എലമെന്റ് തന്നെ ഉള്ളൊരു കാര്യമായിരുന്നു. അത് ത്രൂ ഔട്ട് ഒരു റെയിൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ വീട് തന്നെ എപ്പോഴും നമ്മൾ കാണുമ്പോൾ അതിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീട് പോലത്തെ ഒരു തോട്ട്സ് ഒക്കെ അല്ലെങ്കിൽ മെറ്റഫോർ, അതൊക്കെ തുടക്കം തൊട്ടേ ഉള്ള കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഇസ് ഇറ്റ് സംതിങ് ദാറ്റ് യു ആഡ് ഈച്ച് ടൈം യു റൈറ്റ് എ ന്യൂ ഡ്രാഫ്റ്റ്? എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു പ്രോസസ്സൊക്കെ? അല്ല, വെള്ളപ്പൊക്കം തുടക്കം തൊട്ടേ അതിന്റെ ഒരു ക്രിട്ടിക്കൽ എലമെന്റ് ആയിരുന്നു. കാരണം അങ്ങനെ നടക്കുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് സിനിമ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം പോലും വരുന്നത്. അപ്പം ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഒരു ഫാമിലി വെയിറ്റ് ചെയ്യുന്നതായിരുന്നു ആദ്യം തൊട്ടേ കഥയുടെ സ്റ്റാർട്ടിങ്. പിന്നെ വെള്ളപ്പൊക്കം എങ്ങനെ ഉപയോഗിക്കണം, എവിടെ വെള്ളപ്പൊക്കം വരണം, എവിടെ കൂടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് സ്ക്രിപ്റ്റിൽ പയ്യെ ഒരു ഡിസൈനായിട്ട് വന്നതാണ്. അപ്പം അതിനകത്തും ഒക്കെ ഇത്ര ദിവസത്തിനുള്ളിൽ എത്ര താഴും വെള്ളം, എത്ര പൊങ്ങും വെള്ളം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പിന്നെ പയ്യെ വരുന്നതാണ്. ഈവൻ എനിക്കൊന്ന് ഷൂട്ടിംഗ് സമയത്ത് പോലും നമുക്ക് 3 ലെവലുകൾ ഉണ്ടായിരുന്നു, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അപ്പൊ ഏത് ലെവലിൽ വെള്ളം വരണം, ഏറ്റവും ലെവൽ 3 എനിക്കൊന്ന് വീടിനകത്ത് മൊത്തം വെള്ളം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻ പ്ലേ വൈസ് അതിന്റെ ലോജിക് എന്താ? സിനിമയിൽ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള മൊമെന്റിലായിരിക്കണം ഏറ്റവും കൂടുതൽ മഴ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെള്ളം, അങ്ങനെയായിരുന്നോ? അല്ലെങ്കിൽ അത് കുറച്ച് ഒരു കാൽക്കുലേഷൻ ഇല്ലാത്ത രീതിയിലായിരിക്കും അതിന്റെ? അല്ലല്ല, ആ ഡ്രാമയാണ് പ്രൈമറിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിലേക്ക് നമ്മൾ എല്ലാ എലമെന്റ്സും വർക്ക് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പം മഴയും വെള്ളപ്പൊക്കവും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ നോക്കിയിട്ടുള്ളത്. ആ ഡ്രാമ എത്രത്തോളം ഇമ്പാക്റ്റോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ മഴയും വെള്ളപ്പൊക്കമൊക്കെ അതിനുവേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത്. അല്ലാതെ അത് ജസ്റ്റ് ഒരു സർഫസ് ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ആ ഡ്രാമേനെ ഡ്രാമയിൽ കുറച്ച് പ്രഷർ ആഡ് ചെയ്യും. കുറച്ച് ഈ വെള്ളം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇത്തിരി പ്രഷർ മൊമെന്റ് ആവും ചില ടൈമില്, വെള്ളം കാരണം ഒരു ഇറിറ്റേഷൻ ഒക്കെ അല്ലേ, വെള്ളം ഫുൾ ടൈം കാലില് വെള്ളം നനഞ്ഞോണ്ട്. അപ്പൊ ഒന്ന് വീട്ടിനകത്ത് വെള്ളം ഇരിക്കുമ്പോ ആലോചിച്ച് നോക്കിയേ. അങ്ങനത്തെ ഒരു എലമെന്റ് ആയിട്ടാ തോന്നി വെള്ളം എന്ന് പറയുന്ന സാധനം.
അതും സിനിമയിൽ തന്നെ മഴയില്ലാത്ത സമയത്താണ് നമുക്ക് തോന്നുന്നത് ഓ പ്രശ്നം തീരാറായി അല്ലേ, വേണമെങ്കിൽ പാർവതിക്ക് എസ്കേപ്പ് ചെയ്യാം അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോഴാണ് പിന്നെയും മഴ വരുന്നത്, പിന്നെയും പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഓപ്പണിംഗ് ഷോട്ടാണ് ഫിലിമിൽ. അത് രണ്ടാമത് കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത് എന്താണ് അതിൻ്റെ ഒരു എന്താ ട്രൈ ചെയ്തേക്കണേ എന്നുള്ള രീതിയിൽ. കാരണം എന്താ പറയാ, അത് നമ്മൾ വിചാരിക്കും ഓക്കെ ജോലി കാണിക്കാൻ വേണ്ടിയിട്ട് ഷീസ് വർക്കിംഗ് ഇൻ എ സാരി ഷോപ്പ് അത്രേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ, ബട്ട് ദാറ്റ്സ് വാട്ട് ഹെർ ലൈഫ് ഇസ് നോ, ലൈക്ക് ബിക്കോസ് ആൾക്കാർ പറയും ബ്രൈഡ് ആവാൻ ആൻഡ് ഷീ ബിക്കെയിം എ ബ്രൈഡ്. ആൾക്കാർ പറയും അങ്ങോട്ട് നോക്കാൻ ഷീസ് ലുക്കിംഗ് ദർ, ഫോട്ടോ എടുക്കുന്നു. ആൻഡ് ദെൻ അത് തന്നെയാണ് ഉർവശിയുടെ ലൈഫും അല്ലേ, ബിക്കോസ് ഷീ വാണ്ടഡ് ടു ബി എ ഡോക്ടർ, ഷീ ഹാഡ് പ്ലാൻസ് ഫോർ ഹെർ സെൽഫ്. അപ്പോൾ ഈ രണ്ട് characters എങ്ങനെയാണ്, like what was the writing process behind those two characters? Did you want them to be fundamentally like same, the same woman in two different scenarios? രണ്ടുപേരും ഏകദേശം ഒരേ അവസ്ഥയിൽ കൂടെയല്ലേ പോകുന്നത് ഇതിൽ? How was that writing? അത് എനിക്കൊന്ന് ബേസിക്കലി നമ്മൾ ഫിലിം ചെയ്യുമ്പം ഒരു തീം ഉണ്ടാവുമല്ലോ, ഈ പറഞ്ഞ പോലെ ഒരു തീം കഥയിലും ഉണ്ടാവും. അപ്പം അത് നമ്മുടെ ക്യാരക്ടേഴ്സിലും മെയിൻ പ്ലോട്ട്സിലും സബ് പ്ലോട്ട്സിലും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം ഞാൻ കണ്ടുപിടിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞല്ലോ, ലൈക്ക് ചേച്ചിയുടെ ക്യാരക്ടറും പാർവതിയുടെ ക്യാരക്ടറും ഇതിനകത്തേമുള്ള ഒരു അവരുടെ ജേണിയുടെ ഒരു സിമിലാരിറ്റീസ് ഒക്കെ ഞാൻ കണ്ടുപിടിക്കുന്നത് പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴാണ്. ആ ഒരു സീൻ, മറ്റേ ഒരു സെക്കൻഡ് ഹാഫിലുള്ളൊരു സീൻ എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ക്യാരക്ടേഴ്സിനെ പറ്റി മനസ്സിലാവുക. അപ്പം നമ്മളത് എഴുത്തിലൂടെ കണ്ടുപിടിക്കുന്നതാണ്. പിന്നെ ഈ ക്യാരക്ടേഴ്സൊക്കെ ഞാൻ കണ്ടു മറന്ന അല്ലെങ്കിൽ കണ്ടു വളർന്ന കുറേ ആൾക്കാരുടെ ഒക്കെ ഒരുപാട് ഷെയ്ഡ്സ് ഇതിനകത്തുണ്ട്. അപ്പം അതും കുറേ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊച്ചിലോട്ട് കേട്ട കഥകളും അല്ലെങ്കിൽ കൊച്ചിലോട്ട് നമ്മൾ കണ്ട ആൾക്കാരുടെയും ഒക്കെ. അപ്പം അപ്പം അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഫൈനൽ സീൻ അവിടെ സംഭവിക്കുള്ളൂ. സെക്കൻഡ് ഹാഫിൽ വരുന്ന സീൻ സംഭവിക്കാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായാലേ അത് പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊന്നും അത് ഈ പറഞ്ഞ പോലെ എഴുതി നമ്മൾ ഫൈനലി അതിലേക്ക് എത്തുവാണ്. ഇത് ഏത് സ്റ്റേജിലാണ് നമുക്ക് ഈ ഫിലിം സെറ്റ് ചെയ്യണത് തന്നെ കുട്ടനാടായിരിക്കണം എന്ന് ഈ ഇങ്ങനത്തെ ഒരു വീട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണോ സെറ്റിംഗ് മാറ്റിയത്, അല്ലെങ്കിൽ തുടക്കം തൊട്ടേ ഇറ്റ് ഹാസ് ടു ബി ഇൻ എ പ്ലേസ് ലൈക്ക് കുട്ടനാട് വേർ ഇറ്റ് റെയിൻസ്, വേർ ദെയർസ് വാട്ടർ ഓൾ അറൗണ്ട്, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ആണോ, അല്ലെങ്കിൽ ഇസ് ഇറ്റ് സംതിങ് ദാറ്റ് യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് കറക്റ്റ് ആൻഡ് ആഡ് ആസ് എൻ എലമെന്റ്? അല്ല, ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയിലായിരിക്കുമല്ലോ. ചില സമയത്ത് നമ്മൾ സിനിമ ആലോചിച്ചതിന് ശേഷം സെറ്റിങ്സ് മാറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം കാമുകിയിൽ ഞാൻ ആദ്യം കഥ ആലോചിക്കുമ്പം ഇമാജിൻ ചെയ്തത് ഒരു വില്ലേജിന്റെ സെറ്റിങ്ങിലാണ്. പക്ഷെ സിനിമ ഫൈനലി സംഭവിക്കുന്ന ഒരു സിറ്റിയുടെ, കൊൽക്കട്ട എന്ന് പറയുന്ന സിറ്റിയുടെ സെറ്റിങ്ങിലാണ്. അപ്പോൾ അത് കഥയിൽ സ്ക്രിപ്റ്റിൽ ആയപ്പോൾ മാറിയതാണ്. പക്ഷെ ഇതിനകത്ത് എന്താണ്, എൻ്റെ ജീവിതത്തിൽ ശരിക്കും 2005 നടന്നൊരു സംഭവമാണ്. അപ്പോൾ ആ വീട്ടിൽ വെച്ച് തന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ അച്ചാച്ചൻ മരിച്ചപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അടക്കാനായിട്ട്. അപ്പം ഇതിനകത്ത് ആ വെള്ളപ്പൊക്കം കാരണം അച്ചാച്ചൻ മരിച്ചപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അടക്കം നടത്താൻ. അപ്പം എന്ന് അടക്കം നടത്താൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ കുടുംബക്കല്ലറയിൽ തന്നെ അടക്കണം എന്നുള്ള ഒരു നിർബന്ധമുള്ള കാരണം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം അതിൽ നിന്നാണ് സിനിമയുടെ ഒരു ഐഡിയ വരുന്നത്. അപ്പം ആദ്യം തൊട്ടേ ആ വീടും ആ വെള്ളപ്പൊക്കവും ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഒരു എലമെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ വീടുകൾ ലൊക്കേഷൻ ഹണ്ടിൻ്റെ സമയത്ത് കുറേ വീടുകൾ കണ്ടു. അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ആദ്യം ഷഹനാദിനെ കൊണ്ട് കാണിച്ച വീട് ഇതാണ്. പക്ഷെ ഞങ്ങൾ വേറെ കുറേ വീടുകൾ കണ്ടു. എങ്ങനെ വെള്ളപ്പൊക്കം ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ കുറേ ഒരു ചലഞ്ചസ് ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ ഫൈനലി കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ആ ശരിക്കും സംഭവം നടന്ന അതേ വീട്ടിലാണ് നമ്മൾ സിനിമയും ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും സംഭവം നടന്നപ്പോൾ ശരിക്കും വെള്ളം കയറി, ഇത് കുറേ ശരിക്കും കയറി, കുറേ നമ്മൾ കയറ്റുകയും ചെയ്തു. അങ്ങനെ ക്രിസ്തുവിന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഏത് സീൻ എഴുതാനായിരുന്നു, അല്ലെങ്കിൽ ഏതൊരു പോർഷൻ എഴുതാനായിരുന്നു? എനിക്ക് അങ്ങനെ തോന്നില്ല, എനിക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരുന്നു എഴുതാനായിട്ട്. എനിക്ക് എഴുത്ത് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അതങ്ങ് സംഭവിച്ചു പോകും, ചിലപ്പോൾ നമ്മളൊരു എഫേർട്ട് ഇടാതെ ചിലപ്പം ഒരു ദിവസം നമ്മൾ കുറേ എഴുതും. പക്ഷെ പിന്നെ കുറേ കാര്യങ്ങൾ എഴുതാൻ നമ്മൾ കുറേ പാടുപെടും. ഈ സ്ക്രിപ്റ്റ് കുറച്ച് പാടുപെട്ട് എഴുതിയൊരു പരിപാടിയാണ്. കാരണം അതിനകത്തുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു സിംഗിൾ ലെയറിലുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അത് എഴുതി ക്രാക്ക് ചെയ്യാൻ, ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ, പ്രധാനം ഈ അഞ്ജു ലീലാമ്മ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. അപ്പം എനിക്കങ്ങനെ ഏറ്റവും പാടുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീൻ സെക്കൻഡ് ഹാഫിൽ ഇവർ രണ്ടും കൊണ്ട് ഇന്ന് വന്നിട്ട് സംസാരിക്കുന്ന ഒരു സീനാണ്. എൻ്റെ ഒരു എഴുത്തുന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ. അതിലേക്കാണെന്ന് തോന്നുന്നു അവസാനം അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തു, ആ സീനിലേക്ക് എത്താൻ.
എന്താണ് ആ സീനിൽ സംസാരിക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ അങ്ങനെ ഒരു ഏറ്റവും പാടുള്ള സീനൊന്നും എനിക്ക് പെട്ടെന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മൊത്തത്തിൽ പാടായിരുന്നു. സുഷിൻ അങ്ങനെ പ്രത്യേകിച്ച് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്ന സീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത്തിരി മൊത്തത്തിൽ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്ര എളുപ്പമായിരുന്നില്ല. ഇതിൻ്റെ ഒരു കറക്റ്റ് ഫൈൻ ലൈൻ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തീംസിലോട്ട് എത്താനൊക്കെ ഇത്തിരി ടൈം എടുത്തു. ലാസ്റ്റിലോട്ടൊക്കെ ആയപ്പം കുറച്ചും കൂടെ ഈസി ആയിട്ട് പോയി. നമ്മളൊരു മെയിൻ സാധനം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻഡിങ്ങിലോട്ടൊക്കെ കുറച്ചും കൂടെ എളുപ്പമായി. ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തീം കണ്ടുപിടിച്ചപ്പം പിന്നെ സ്റ്റാർട്ടിങ്, കാരണം ഈ തീം കിട്ടാത്തതിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്ത് തീമാണ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ തീം ഉണ്ടാക്കുന്നത്, എന്താണ് തീമിന്റെ പേർപ്പസ് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു സാധനം. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പം തീം എവിടെയാണ്, പിന്നെ ഒരു സ്ഥലത്ത് ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബേബി തീമാന്ന് വിചാരിച്ചു. അപ്പൊ ആ ഒരു ബേബി തീം കിട്ടുകയാണെങ്കിൽ ആ തീം സ്റ്റാർട്ടിങ്ങിൽ ഏത് ഇതുമായിട്ട് കണക്ട് ചെയ്യാം, എന്തിലോട്ട് കൊണ്ടുപോയിട്ടാലാണ് നമുക്ക് ആ ഈ കണക്ഷൻ കിട്ടുക, അതൊക്കെ കണ്ടുപിടിച്ച് വരാൻ ഒരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ഡ്രാമയാണല്ലോ. പിന്നെ പെർസ്പെക്റ്റീവ് സാധനം, അതായത് ആരെ പെർസ്പെക്റ്റീവിലാണ് നമ്മളിത് മ്യൂസിക്കലി നമ്മൾ പറയുന്നത്. പടം കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മ്യൂസിക്കിനനുസരിച്ചിരിക്കുമല്ലോ നമ്മള്, ടെൻഷനാണോ അല്ലെങ്കിൽ മറ്റേ ത്രില്ലർ മൂഡാണോ എന്നൊക്കെയുള്ള സാധനം ആ ഒരു കോൾ എടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡിസ്കഷനിൽ കൂടെ അത് ഫ്രണ്ടിലോട്ട് പോയി. എപ്പോഴെങ്കിലുമൊക്കെ സുഷിൻ സിനിമയുടെ കഥ ഒന്നും കേൾക്കാണ്ട് എന്നുവെച്ചാൽ എക്സാക്ട്ലി ഫസ്റ്റ് ഡേ തന്നെ സിനിമ വന്ന് ഇട്ട് തന്നു ആൻഡ് യു ഹാവ് ടു സ്റ്റാർട്ട് സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് എക്സസൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡു യു വാണ്ട് ദാറ്റ് ആ കഥയുടെ ഒരു രോമാഞ്ചം അങ്ങനെയാണല്ലോ. ഏതാ ഒരു പിടിയില്ല ഒരു പടമുണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു. ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണോ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പടം കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നാ പിന്നെ തുടങ്ങാം എന്നുള്ള രീതിയിൽ ചെയ്തത്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. വേറെ ലെവൽ എക്സൈറ്റ്മെന്റ് ആണ് അങ്ങനെ ചെയ്യുമ്പോൾ. അതാകുമ്പോ പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനം ഇവിടെ വന്നില്ല, അങ്ങനെ നമ്മളൊരു തോട്ടേ പോകുന്നില്ല. ഒരു സ്റ്റോറി പറയുമ്പോൾ പല ആൾക്കാരും പല രീതിയിലാണല്ലോ കഥ കാണുന്നത്. ഞാൻ കണ്ട രീതിയിൽ ഞാൻ പടം അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു സാധനം അങ്ങനെ ഒരു കോളേ ഇല്ല. ഇത് നമ്മൾ പടം കാണുന്നു, പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് ഒരു ഐഡിയ ഉണ്ട്. മ്യൂസിക്കിലും പിന്നെ എഡിറ്റും പരിപാടിയൊക്കെ വെച്ചിട്ട് നമുക്കത് ടൈറ്റർ ആക്കുക, അങ്ങനത്തെ കുറച്ചും കൂടെ ഈസിയാന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്താൽ കൊള്ളാന്നുണ്ട്. കഥ കേൾക്കുന്നതിന് മുമ്പ് പടം കാണുന്നു, ചെയ്യുന്നു, റെഡി. ഫൈനലി എന്താന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മുടെ ഈ മലയാള സിനിമയല്ല, ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ റോൾസ് എന്ന് പറയുമ്പോൾ, ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടും ഏറ്റവും കൂടുതൽ ക്ലീഷയായിട്ട് വരുന്ന ഒരു ഇതല്ലേ സീരിയൽ, TV സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ബേസിസ് തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും. പക്ഷേ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ പറ്റി ഇത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഡ്രാമ പ്ലാൻ ചെയ്യുമ്പോഴും ഇവൻച്വലി ഇറ്റ് ഹാസ് ടു ബി എ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി, അല്ലെങ്കിൽ ഇവൻച്വലി ഇറ്റ് ഹാസ് ടു ബി എ സ്റ്റോറി അബൌട്ട് ടു വിമൻ അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ ആൻഡ് ഓൺലി ബോത്ത് ഓഫ് ദം അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ. ആ ഒരു റെസൊല്യൂഷൻ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അതായിരിക്കണം അതിൻ്റെ ഒരു എൻഡിൽ തരാൻ പോണ ഒരു ഫീലിംഗ് എന്ന് മനസ്സിലായപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു ഒരു തോട്ട്? എന്താ ഈ ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ബിഗിനിങ് തന്നെ ഇപ്പോൾ ചില ഫിലിമിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്, എന്തായിരിക്കണം ക്ലൈമാക്സ് എന്ന് പറയാം. കാമുകിയിൽ കുറേ സ്ട്രഗിൾ ചെയ്തിരുന്നു, എന്തായിരിക്കണം ഫൈനൽ ക്ലൈമാക്സ് അല്ലെങ്കിൽ ആ ഷോട്ട് എന്തായിരിക്കും. പക്ഷേ ഈ സിനിമയുടെ കാര്യം എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് അതിൻ്റെ ക്ലൈമാക്സ് ഫൈനൽ ഷോട്ട് അത് തന്നെയാണ്. ആ അതെ. അപ്പം പിന്നെ അതിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതായിരുന്നു ഷോട്ട്, അതാണ് സംഭവം, അതാണ്. പിന്നെ അതിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതായിരുന്നു ചോദ്യം. അതായിരുന്നു കണ്ടുപിടിക്കേണ്ട ഭയങ്കര എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ലേസ് ഫീൽ ചെയ്യുന്ന പോലെ കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുള്ളൊരു കാര്യം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണം, എന്തിനങ്ങനെ സംഭവിക്കണം, എന്തുകൊണ്ട് അങ്ങനെ മാത്രം സംഭവിക്കുന്നു, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു സമയത്ത് ലാബിൽ ഞാൻ ആ ക്ലൈമാക്സ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലാബിൻ്റെ ഒരു പിച്ചിങ് സെഷനിൽ എന്തോ ക്ലൈമാക്സ് മാറ്റിയപ്പോൾ എല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടു, എന്താണിത് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വേറെ ഒരു ക്ലൈമാക്സ് ട്രൈ ചെയ്തു. അപ്പം എല്ലാവർക്കും ആർക്കും അത് വർക്കായില്ല, എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിഫറെന്റ് ക്ലൈമാക്സ് ഞാൻ ട്രൈ ചെയ്തു. ജസ്റ്റ് റൈറ്റിങ്ങിന്റെ ഒരു തോട്ടിൽ വന്ന ഒരു കാര്യം ഞാൻ ജസ്റ്റ് ആ ലാബിലുണ്ടായിരുന്നപ്പോൾ അവരുടെ സ്ക്രിപ്റ്റ് ലാബിലെ മെന്റേഴ്സിന്റെ അടുത്തൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ അവരെല്ലാം ചോദിച്ചു എന്താണ് ഇതെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇതായി. പിന്നെ ഞാൻ വഴിക്കേ പോയിട്ടില്ല. ക്ലൈമാക്സ് അത് തന്നെയായിരുന്നു. പിന്നെ അതിലേക്ക് എത്താനുള്ളൊരു പരിപാടി മാത്രമാണ് നമ്മൾ ആലോചിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ആ രാജീവ് എന്നുള്ളൊരു ക്യാരക്ടർ.
അത് ഓഫ്കോഴ്സ് നമുക്ക് ആ സിനിമയിൽ അത്രയും ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു തോട്ട് വരുന്നത്. ബിക്കോസ് യു ആർ വിത്ത് അഞ്ജു ആൻഡ് യു ആർ വിത്ത് ലീലാമ്മ. എന്തുകൊണ്ടാണ് ഇത്രയും സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്ത്രീ അല്ലെ, ലൈക്ക് അഞ്ജു സോ സ്മാർട്ട് ആൻഡ് ഷീസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് സോ വെൽ അല്ലെ, വൈ ഷുഡ് ഷീ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് രാജീവ് cannot be trusted? I thought that is something I kept thinking. Is there some logic to that? അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് അങ്ങനത്തെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരുത്തണം എന്നുള്ളതുകൊണ്ട് വന്നതാണോ, അല്ലെങ്കിൽ was that a part of the plan that she probably does not know, or she's blinded by love, that's why she's not able to see രാജീവിന്റെ തനി സ്വഭാവം? അല്ല, തനി സ്വഭാവം എന്നല്ല ഇതിനകത്ത്. ഐ മീൻ ഫോർ മീ ഇൻ ദിസ് ഫിലിം എല്ലാ ക്യാരക്ടേഴ്സും ഒരുപോലെ ഗ്രേ ആണ്, ലൈക്ക് ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. അപ്പം എല്ലാവർക്കും സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഫ്ലോസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ രാജീവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനും ഉണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം അഞ്ജുവിന് സത്യം പറഞ്ഞാൽ ആരെയും മനസ്സിലാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ അപ്പുറം നിൽക്കുന്നവർക്കും സെയിം ലീലാമ്മയ്ക്ക് അഞ്ജുവിനെ മനസ്സിലാക്കാനും ഒരു സമയമെടുത്തു. അപ്പം എനിക്ക് തോന്നുന്നു സാധാരണ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കുന്നത്. നമ്മളൊരു ആളെ മനസ്സിലാക്കുന്നത് കുറേ എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസിലൂടെ പോകുമ്പോഴാണല്ലോ അവരെ നമ്മൾ ശരിക്കുള്ള ഇത് മനസ്സിലാക്കുന്നത്. അപ്പം ഫിലിമിലും അങ്ങനെ തന്നെയായിരുന്നു. രാജീവിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയായിരുന്നു. ഐ മീൻ രാജീവ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ അയാളുടെ ഒരു ഹെൽപ്ലെസ്നെസ്സും കൊണ്ടാണ് അയാൾക്കും എന്താണ് ആ സിറ്റുവേഷനിൽ വരുന്നത്. അപ്പം അതെ. Okay, thank you, Krishna. Thank you, Sushin. Thank you. It's an exciting film, and I'm waiting for everybody to watch it, and maybe we can sit together once more and discuss the movie in detail. Yeah. Thank you so much, guys. Thank you.